സമൂഹ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തോടും കലാകാരൻ ഉത്തരവാദിത്വ ബോധത്തോടെയും പ്രതിബദ്ധതയോടെയും പ്രതികരിച്ചു കൊണ്ടിരിക്കണമെന്ന നിർബന്ധ ബുദ്ധി സദാ നമുക്ക് ചുറ്റുമുണ്ട്. കലാകാരന്മാർ, സാംസ്കാരിക നായകർ ഉറങ്ങുകയാണോ എന്ന് നാം സദാ ക്ഷോഭിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥ കലാകാരൻ ഉറങ്ങുന്നതേയില്ലെന്നും അതിൻ്റെ സാക്ഷ്യം അവൻ്റെ കലാസൃഷ്ടിയിൽ ഉള്ളടങ്ങിയിട്ടുണ്ടെന്നും നാം കാണുന്നില്ല. കലാസൃഷ്ടിയിലെ പ്രതിഷേധവും വിമതത്വവും കൂടുതൽ ആഴമുള്ള ഒരു ഉറവയിൽ നിന്നാണെന്ന് തിരിച്ചറിയപ്പെടാതെ പോവുകയാണ്. ഓരോ കലാസൃഷ്ടിയും, അത് സാഹിത്യമായാലും ചിത്രകലയായാലും സംഗീതമായാലും മറ്റെന്തു തന്നെയായാലും, ആസ്വദിക്കാനുള്ള രീതിശാസ്ത്രത്തെയും അതിനോടൊപ്പം തന്നെ വിനിമയം ചെയ്യുന്നുണ്ട്. ഏതൊരു പെയിന്റിങ്ങും അത് ആസ്വദിക്കേണ്ട രീതിയെ സൂക്ഷ്മമായി വിവരിക്കുന്നുണ്ട്. കൂടാതെ ആ പെയിന്റിംഗ് രൂപപ്പെട്ട പതനങ്ങളെയും അടയാളപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു കലാസൃഷ്ടി ബാഹ്യ ജീവിതത്തിലെ പ്രചോദനങ്ങളോടുള്ള പ്രതികരണമാവുന്നത്. ഏതേതു കാഴ്ചപ്പാടുകളിലൂടെയും സമീപനങ്ങളിലൂടെയും മനോഭാവങ്ങളിലൂടെയുമാണ് ചിത്രകാരൻ തൻ്റെ ചിത്രത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നതിൻ്റെ സത്യവാങ്മൂലം കൂടിയാണ് ഓരോ മികച്ച പെയിന്റിങ്ങും. അതിൻ്റെ അർത്ഥം ഓരോ കലാസൃഷ്ടിയും അതിൻ്റെ കാഴ്ചയെ ഇതര കലാസൃഷ്ടികളുടെ കാഴ്ചയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട് എന്നാണ്. ആ കലാസൃഷ്ടിക്ക് പുറത്തുള്ള കലാസിദ്ധാന്തങ്ങളോടുള്ള അതിൻ്റെ വിധേയത്വം കേവലം സാന്ദർഭികമാണ് എന്നുകൂടി കൂട്ടി വായിക്കാം. പ്രശസ്തമായ ദ ഡെത്ത് ഓഫ് സോക്രട്ടീസ് എന്ന ഷാക് ലൂയി ഡേവിഡിന്റെ പെയിന്റിംഗ് മുന്നിലിരിക്കുന്നു. നാടകീയ സന്ദർഭങ്ങളെ നിയോ ക്ലാസിക് ശൈലിയിൽ ചിത്രീകരിച്ച ചിത്രകാരൻ മാത്രമായി ഡേവിഡിനെ വർഗീകരിച്ചാൽ ഈ ചിത്രത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് നമുക്ക് കടക്കാനാവില്ല. നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും ഇന്നോളമുള്ള ചരിത്രത്തിലെ ഒരു ദാരുണ മുഹൂർത്തം തന്നെയാണ് സോക്രട്ടീസിന്റെ മരണശിക്ഷ. ഏതൻസിന്റെ ജനാധിപത്യ വഴക്കങ്ങളെ ധിക്കരിച്ചതിന് അക്കാലത്തിന്റെ നീതിബോധം ആ മനീഷിക്ക് കരുതി വെച്ച പാരിതോഷികമാണത്. എന്നാൽ ഡേവിഡിന്റെ പെയിന്റിങ്ങിൽ ആ രാഷ്ട്രീയ സന്ദർഭവും അതിൻ്റെ കാലികതയും ഉൾപ്പെടുന്നതേയില്ല. അധികാര കേന്ദ്രങ്ങളുടെ പ്രാതിനിധ്യമോ പ്രതീകാത്മകതയോ സൂചിപ്പിക്കുന്ന യാതൊരു ബിംബവും പെയിന്റിങ്ങിലില്ല. കാഴ്ചക്കാരനും ആസ്വാദകനുമായ നമ്മളിലെ പൊതു സാമൂഹിക ആദർശബോധം പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രതിനിധാനം ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്നാണ്. എന്തുകൊണ്ട് ആയുധമേന്തിയ ഒരു ഭടനോ മരണവിധി ന്യായം വായിക്കുന്ന ഒരു രാജകിങ്കരനോ ഈ ചിത്രത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ്. ഇവയൊക്കെ ഉൾപ്പെടുത്തി അധികാര കേന്ദ്രങ്ങളോടുള്ള തീവ്രമായ എതിർപ്പിന്റെ ഒരു തലം സാമൂഹിക ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ചിത്രകാരൻ എന്ന നിലയിൽ ഡേവിഡ് കാണിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ്. എന്നാൽ ഇവിടെ കലാകാരന്റെ വിഷയവും ലക്ഷ്യവും കുറെ കൂടി അഗാധമാണ്. അതാകട്ടെ ഉപരിപ്ലവമായ പ്രതികരണക്ഷമതയിലൂടെയോ മുദ്രാവാക്യ പരുവത്തിലുള്ള പക്ഷപാതങ്ങളിലൂടെയോ പ്രദർശിപ്പിക്കേണ്ടതുമല്ല. അത്തരം പ്രകടനപരത ഡേവിഡിന്റെ നിലവാരത്തിലുള്ള ഒരു കലാകാരന് അസാധ്യവുമാണ്. സാമൂഹ്യ നിരപേക്ഷവും കാലാതീതവുമായ സത്യം എന്ന മൂല്യത്തിന്റെ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ചിത്രകാരൻ ഇവിടെ പ്രശ്നവൽക്കരിക്കുന്നത്. An unexamined life is not worth living. ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാതെയുള്ള ജീവിതം ജീവിതമേ അല്ല എന്ന് ഉറക്കെ പറഞ്ഞ സോക്രട്ടീസ് ധാർമ്മികതയുടെയും സംവാദത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും ഒരു രൂപകം തന്നെയായിരുന്നു. അതുകൊണ്ട് ചിത്രത്തിലെ സോക്രട്ടീസ് ഒരു വ്യക്തി എന്നതിൽ നിന്നും വിഭിന്നമായി സത്യം, സത്യാന്വേഷണ വ്യഗ്രത എന്നീ ആശയങ്ങളുടെ പ്രതീകമായി ഉയരുന്നു. ഈ അർത്ഥത്തിൽ ഡേവിഡ് ചിത്ര വിഷയമാക്കിയിരിക്കുന്നത് സോക്രട്ടീസിനെയോ അദ്ദേഹത്തിന്റെ മരണശിക്ഷയെയോ അല്ല, മറിച്ച് അത്തരമൊരു രക്തസാക്ഷിത്വത്തിന് കലാഖ്യാനം നൽകേണ്ട കലാകാരന്റെ കാഴ്ചയുടെ കോണിനെയാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം സമകാലികതയെ അഭിമുഖീകരിക്കുന്ന കലാകാരന്റെ നിലപാടും ദർശനവുമാണ്. അതൊന്നും വിളിച്ചു കൂവുന്ന മുദ്രാവാക്യങ്ങൾ ചിത്രീകരിക്കുന്നതിലല്ല അയാളുടെ അനന്യത്വം ഇരിക്കുന്നത്,
മറിച്ച് അതിനെ അന്തരവൽക്കരിക്കുന്ന മുദ്രകളുടെ ചിത്രണത്തിലാണ്. അത്തരം ചിത്രീകരണത്തിലൂടെ ആ അന്തർമുദ്രകളുടെ വായനാ രീതിയിൽ പ്രാവീണ്യം നേടാൻ അനുവാചകനെ പരിശീലിപ്പിക്കുന്നതിലും കൂടിയാണ് അയാളുടെ കല നിലകൊള്ളുന്നത്. ഭൗതികത്തെയും പ്രാപഞ്ചികതയെയും എല്ലാം അതിക്രമിച്ചു നിൽക്കുന്ന കേവല സത്യം എന്ന മൂല്യത്തിൻ്റെ പ്രകാശനവും പ്രതിനിധാനവുമാണ് ചിത്രത്തിലെ കേന്ദ്രബിന്ദുവായ സോക്രട്ടീസ്. അതുകൊണ്ട് സോക്രട്ടീസിന്റെ രൂപം മരണസന്ദർഭത്തിലും പ്രകാശമാനമായിരിക്കുന്നു. ആ രൂപം പരിക്ഷീണമോ ദുർബലമോ ഭയചകിതമോ അല്ല, മറിച്ച് ധീരവും ദൃഢവും സജീവവുമാണ്. ചങ്ങലയുടെയും കരിങ്കൽ തുറുങ്കിന്റെയും ദയാരാഹിത്യത്തെ അതിക്രമിച്ചു നിൽക്കുന്ന ഒരു സചേതനത്വവും ആർജവത്വവും സോക്രട്ടീസിന്റെ രൂപത്തിൽ കാണാം. വിഷം നിറച്ച പാനപാത്രം ഗുരുനാഥന് നീട്ടുന്ന ആ ശിഷ്യനിലും ആ സന്ദർഭത്തിന്റെ ദുരന്ത തീവ്രത താങ്ങാനാവാതെ തളരുന്ന അനുയായികളിലും മാനുഷികമായ ദൗർബല്യങ്ങളും വൈകാരികമായ പ്രക്ഷുബ്ധതയുമുണ്ട്. സോക്രട്ടീസിന്റെ രൂപത്തിൽ അവയൊന്നും ദൃശ്യമല്ലെന്നത് മാത്രമല്ല, അംഗ്യം കൊണ്ടും ശരീരനില കൊണ്ടും അത് അതീതത്വത്തിന്റെ സ്ഥായിത്വത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ചിത്രത്തിന്റെ ഇരുണ്ട കോണുകളിലുള്ള മനുഷ്യരൂപങ്ങൾ മുഴുവൻ സോക്രട്ടീസ് എന്ന സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളെ പോലെ ആ ആകർഷണ വലയത്തിലായിരിക്കുകയും ചെയ്യുന്നു. അംഗീകരിക്കാൻ പ്രയാസമേറിയ സാമാന്യ ജീവിത സംഘർഷത്തിനെതിരെ അതിജീവിതത്തിന്റെ മൂല്യം ഈ ചിത്രം വിനിമയം ചെയ്യുന്നു. അമൂർത്തമായ സത്യത്തെ മൂർത്തമായ മുദ്രയിലേക്ക് വിനിമയം ചെയ്യുന്ന കലയുടെ രീതിശാസ്ത്രമാണ് അതിൻ്റേത്. ഒരർത്ഥത്തിൽ കലയെ തന്നെയാണ് സത്യമെന്ന രൂപത്തിൽ ഡേവിഡ് അവതരിപ്പിക്കുന്നത്. തകർന്നു കിടക്കുന്ന ചങ്ങലയും വിള്ളല് പറ്റിയ കാരാഗ്രഹത്തിന്റെ ചുമരുകളും സാന്ദർഭികതയുടെ നിസ്സാരത വെളിപ്പെടുത്തുന്നുണ്ട്. ചിത്രം രചിക്കപ്പെട്ടത് 1787 ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് 2 വർഷങ്ങളെ അവിടെ നിന്നും ഉണ്ടായിരുന്നുള്ളൂ എന്നതും ചിത്രകാരൻ ഡേവിഡ് വിപ്ലവത്തിന്റെ സഹയാത്രികനായിരുന്നു എന്നതും ഈ ചിത്രത്തെ പൂർത്തിയാക്കും.